കട്ടിട്ട് തടി തപ്പാൻ പഠിച്ച പണി 18 നോക്കുകയാണ് CPM നേതാക്കൾ. കള്ളങ്ങൾ മറച്ചുവെക്കാൻ പല വഴിക്കാണ് ഈ ശബരിമല വിഷയം അവർ വഴി തിരിച്ചു കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവര് എന്നതാണ്. ഇത് പറയുന്നതോ മുൻ CPM നേതാവും മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന പത്മകുമാറാണ്. ഈ അടുത്തായി പത്മകുമാറിനെ എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലേ? കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ആളാണ് പത്മകുമാർ. മരാമത്ത് നടപടിക്രമം മറികടന്ന് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചെന്നും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതുമാത്രമല്ല 2019 ചേർന്ന ദേവസ്വം യോഗത്തിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതിയെന്നും റിപ്പോർട്ടിലുണ്ട്. എവിടെയും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ശേഷിക്കുമെന്ന് പറയുന്നത് പോലെ കളവ് ചെയ്ത പത്മകുമാറിന് പിഴച്ചത് അവിടെയാണ്. പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകളായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് പത്മകുമാറായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയത്. അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് തീരുമാനം പറഞ്ഞതോടെ മുരാരി ബാബുവിൽ നിന്നും കത്തിടപാട് തുടങ്ങി. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നതാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. അതുമാത്രമല്ല ബോർഡ് മിനിറ്റ്സിൽ മറ്റ് അംഗങ്ങൾ അറിയാതെ അതിൽ തിരുത്തൽ വരുത്തിയെന്നും SIT കണ്ടെത്തിയിരുന്നു. അതായത് പിത്തള എന്ന് കിടന്നിരുന്നിടത്ത് മാറ്റി ചെമ്പ് എന്നാക്കി പത്മകുമാർ ആക്കിയിരുന്നു. എന്നാൽ നിങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് പത്മകുമാർ പ്രതികരിച്ചത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ, അന്വേഷണ സംഘം വരുമെന്നും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയണമെന്നുമെല്ലാം പത്മകുമാർ മുൻകൂട്ടി തീരുമാനിച്ച് കാണും എന്ന്. ഇങ്ങനെയുള്ള പത്മകുമാറിന്റെ അന്വേഷണ സംഘത്തോടുള്ള ഇന്നത്തെ മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവര് ആയിരുന്നു എന്നും തന്ത്രിയുടെ വിശ്വസ്തനായതുകൊണ്ടാണ് പോറ്റിയെ വിശ്വസിച്ചത് എന്നൊക്കെയാണ്. പത്മകുമാറിന്റെ ഈ മൊഴിയെല്ലാം കേൾക്കുമ്പോൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക എന്തെന്നാല് ഈ പത്മകുമാറിനെ വിശ്വസിച്ച തന്ത്രികളും മറ്റുദ്യോഗസ്ഥരുമല്ലേ ശരിക്കും പൊട്ടന്മാർ എന്നായിരിക്കും. തന്ത്രിയുടെ തലയിൽ പഴിചാരി വെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചു കാണും പത്മകുമാർ. അപ്പോൾ പത്മകുമാറും അയാളുടെ തലപ്പത്തിരിക്കുന്ന ബാക്കിയുള്ള ഉന്നതരും രക്ഷപ്പെടും എന്ന ധാരണയാകും ഉണ്ടായിട്ടുണ്ടാവുക. അതോടെ പേടിച്ച് അത് തന്ത്രിയുടെ തലയിലാക്കാനുള്ള ശ്രമം. എന്തായാലും അയാളും അയാൾക്ക് കക്കാൻ കൂട്ടുനിന്ന പലരും പൊട്ടന്മാരാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും വലിയ മോഷണം നടത്തി സുഖിച്ച് ജീവിക്കാമെന്ന് ആരെങ്കിലും കരുതുവോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ 2 ദിവസത്തേക്കാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് വൈകിട്ടോടെ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം വൈകാതെ വിളിച്ചു വരുത്തും. കണ്ഠരര് മോഹനരുടെയും കണ്ഠരര് രാജീവരുടെയും മൊഴിയിൽ SIT വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ്.